ഈ പ്രോജക്റ്റിനിടയിൽ വെച്ച് സുനിത വില്യംസ് സ്പേസിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? സുനിത വില്യംസ് സ്പേസിൽ സ്റ്റക്കാണെന്നൊരു വാർത്ത ഇപ്പം ലോക്ക്ഡ് ആണെന്നൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഒരു ചാനലിന് അവർ സ്പേസിൽ നിന്ന് ലൈവായിട്ട് അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, process, right? We're part of the International Space Station crew. നെക്സ്റ്റ് മന്ത് ഇവർ തിരിച്ചു വരാൻ പോവാം. ഈ പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പോവാണ്. അപ്പം വാർത്തകളിൽ വരുന്നത് പലതും സത്യമല്ല. ഞങ്ങൾ ഇപ്പോൾ ഇവർ ട്രാവൽ ചെയ്ത ഷിപ്പ് തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ കയറി വരാം. പക്ഷേ അതിനകത്തൊരു ഹീലിയം ലീക്കേജ് ഫൈൻഡ് ഔട്ട് ചെയ്തു. 3-4 ഇടത്ത് ഹീലിയം ലീക്കേജ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് ത്രസ്റ്റേഴ്സ് 4 ത്രസ്റ്റേഴ്സ് എന്തോ വർക്ക് ചെയ്യാതായി. അപ്പം അത് 25 ത്രസ്റ്റേഴ്സിൽ 4 എന്തോ വർക്കാതായി. അപ്പോൾ അവരൊരു റിസ്ക് എടുക്കാത്തത് കൊണ്ടാണ് അവർ ട്രാവൽ ചെയ്യാത്തത്. പ്ലസ് അവർക്ക് നെക്സ്റ്റ് മന്ത് വരെ ഈ പറയുന്ന പോലെ ഈ പ്രൊജക്റ്റിൽ ഈ പ്രോസസ്സിൽ വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ ഈ പണ്ട് സുനിത വില്യംസ് സ്പേസിൽ പോയിട്ടുണ്ട്, സുനിത വില്യംസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജേർണി ഉണ്ട്. ഈ പറഞ്ഞ പോലെ അത് മറന്നുപോയി എന്നുള്ളതാണ് എൻ്റെ സത്യം അല്ലേ. ഈ വാർത്തകൾ ഇവിടെയും പ്രശ്നമാണ്. അമേരിക്കയിൽ ഇതിലും വലുത് എന്താണ് മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു സാധനം പോലും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രം പുരോഗമിച്ചോ? പുരോഗമിച്ചോ? ശാസ്ത്രം പുരോഗമിച്ചു, പക്ഷേ വാർത്താ ചാനലുകൾ പുരോഗമിച്ചു. അല്ല, വാർത്താ ചാനലുകൾ വേണോ വെച്ച് കാണിക്കാണ്ടിരിക്കുമോ? അതും ചോദ്യമാണ്, സംഭവമാണ്. പക്ഷേ അതിനകത്ത് വേറെ സംഭവമുണ്ട്. അത് ആക്ച്വലി അമേരിക്കയുടെ പുതിയ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി എൻഹാൻസ്മെൻറ്റ് എന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് സ്പേസിലേക്ക് ആൾക്കാരെ എത്തിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 2 കമ്പനീസ്, ഒന്ന് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും ബോയിങ്ങും എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആക്ച്വലി ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം സ്പേസ് എക്സ് ആണ് കൂടുതൽ ആൾക്കാരെ എത്തിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഈ പറയുന്ന പോലെ സാധാരണക്കാരായ ആൾക്കാരുടെക്കാൾ ഉപരി ഈ പറയുന്ന സ്പേസിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ നമ്പർ ബന്ധപ്പെട്ട ആൾക്കാരെ ആദ്യം അവിടെ എത്തിച്ചതിന് ശേഷം അവിടുത്തെ വർക്സിന് വേണ്ടിയുള്ള സംഭവങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ കൂട്ടുക എന്നുള്ളത്. പക്ഷേ ഈ സുനിത വില്യംസും ബുച്ച് എന്നാണ് അയാളുടെ പേര്, ബുച്ചുമാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ജൂണിലാണ് ഇവർ ട്രാവൽ ചെയ്തത്. അത് ട്രാവൽ ചെയ്ത് ബോയിങ്ങിലാണ്. ബോയിങ്ങിൽ അപ്പം ഈ പറയുന്ന ഈ പറയുന്ന നമ്മൾ യൂഷ്വലി കണ്ട് അല്ല കേട്ട് വളർന്നിട്ടുള്ളത് സ്പേസിൽ പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ഈ പറഞ്ഞ പോലെ ആ നോൺ ഗ്രാവിറ്റിയിൽ വർക്ക് ചെയ്യണം, അവിടെ എങ്ങനെ നിൽക്കണം, കഴിക്കാൻ പറ്റുമോ, വെള്ളം കുടിക്കാൻ പറ്റുമോ, പെൻസിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പേന ഉപയോഗിക്കാൻ പറ്റത്തില്ല. തമാശ രൂപേണ പറയുകയാണെങ്കിൽ ആ സമയത്ത് തീ കൊളുത്തി റോക്കറ്റ് കയറി പോയാൽ എങ്ങനെ ഇരിക്കും, എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എല്ലാ രീതിയിലും. പക്ഷേ അവർ പറയുന്നത് എനിക്ക് ഒരു ഗ്രാവിറ്റി ഇല്ലാത്ത സ്പേസിൽ ജീവിക്കുമ്പോൾ ഇത്ര ദിവസങ്ങൾ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഹെൽത്ത് സംഭവങ്ങൾ അവിടെ ഒബ്വിയസ്ലി ഉണ്ടാവും, വ്യത്യാസങ്ങൾ വരും. അല്ലാതെ എനിക്കൊരു അസുഖമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അപ്പം നെക്സ്റ്റ് മന്ത് നമ്മൾ തിരിച്ചു വരികയാണ്. അവരവരെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട്, അതായത് മൈക്ക് ഇങ്ങനെ വിടും, എന്നിട്ട് മൈക്ക് ഇത് എയറിലേക്ക് ഫ്ലോട്ട് ചെയ്ത് കളിക്കും, തട്ടി കളിച്ചോണ്ടിരിക്കും. അപ്പം ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ഈ പറഞ്ഞ മീഡിയ മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, പുള്ളിക്കാരത്തി സ്പേസ് വെച്ച് ഇന്ത്യയിൽ ദിവാലി കണ്ടോണ്ടിരിക്കുന്നത്. ഇത് ദിവാലി നടക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും ദിവാലി ആഘോഷത്തിന്റെ ഇടയിലപ്പോ ഇടയ്ക്ക് ഞാനും വിശ്വസിച്ചിട്ടേ ഇത് ശരിക്കും നടക്കണാണല്ലോ എന്ന് മനസ്സിലായില്ലേ. സോ ദിസ് വാസ് ദാറ്റ് ഷീ ഈസ് വേറൊരു ലീഗ് ഓഫ് എ വുമൺ ആയി മാറിയ ഒരു മൊമെന്റ് ആണല്ലോ ഇപ്പോഴും ണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു. പിന്നെ കിട്ടുന്നത് ഫോൾസ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ് സംഭവം. ഇത് നേരത്തെ പറഞ്ഞില്ലേ, ദിവാലിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് ആക്ച്വലി പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദിവാലിയുടെ സമയത്ത് ദിവാലി ഓർമ്മകളെ കുറിച്ചും ദിവാലിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ ബന്ധപ്പെടുത്തി പരമായിട്ട് ചെയ്തതാണ്. കുറച്ച് ഡോക്ടർമാർ സംസാരിക്കുന്നത് കേട്ടു, ഈ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പൻ, അതായത് ഇപ്പോഴും വിശ്വസിക്കാത്ത രീതിയിൽ അവർ പറയുന്ന കമന്റ്സിനെയും ബാക്കി സാധനം ഇപ്പോഴും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോഴും അതിനൊരു ട്രിഗറിംഗ് പോയിന്റിൽ നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെന്തായിരിക്കും? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? വൈ വുഡ് ദേ ഡു ദാറ്റ്? ബിക്കോസ് ഷീ ഹെർസെൽഫ് ഈസ് സേയിങ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ഹെൽത്ത് ഹസാർഡസ് അല്ലെങ്കിൽ പോലും ഹെൽത്തിന് എന്തെങ്കിലും എഫക്ട്സും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായേക്കാം.
അത് ഇവിടെ ഈ പറഞ്ഞ ഇത്രയും ദിവസത്തിന് ശേഷം വന്നാൽ മാത്രമേ പറയുള്ളൂ ഡോക്ടേഴ്സ് പറയുന്നു. ഇതേ ഡോക്ടേഴ്സ് തന്നെയാണ് ഇത് പറയുന്നതിന് മുമ്പ് അവർ പറയുന്നത് അവർക്ക് കുഴപ്പമില്ലെന്ന് പുള്ളിക്കാരത്തെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. പറയും അപ്പോഴും അത് അവർക്ക് കുഴപ്പമില്ലാന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര സ്കിന്നി ആയിട്ട് എല്ല് തോലും പിടിച്ച് വളരെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഒരു പക്ഷെ അവിടുത്തെ ആ ഒരു ഗ്രാവിറ്റിയുടെ ടൈമിന്റെ ഒക്കെ വ്യത്യാസം ടൈമിന്റെ ഡിഫറൻസ് കാരണം നമുക്ക് ഇവിടെ കൂടുതൽ ഗ്രാവിറ്റി ഉണ്ട്. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഉടനെ ആ ഒരു ചേഞ്ച് ഗ്രാവിറ്റേഷണൽ ചേഞ്ച് ഫീൽ ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ഇപ്പോൾ ഓൾറെഡി ഉണ്ടാകും ഹെൽത്ത് ഇഷ്യൂസ്. നമുക്ക് ഈ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഫുഡ് കണ്ടിട്ടുണ്ടോ? അമേരിക്കൻസിന് നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇന്ത്യൻസിനും ഈ പറഞ്ഞ പോലെ അമേരിക്കൻസിന് കൊടുക്കുന്ന ഫുഡുണ്ട്. ഇതുപോലെ അത് എന്തുകൊണ്ടാണ് ആ ഫുഡ് കൊടുക്കുന്നത്? അവർക്ക് ബിരിയാണി കൊടുത്തുകൂടെ, അവർക്ക് ചപ്പാത്തിയും ചിക്കനും കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിൽ ഓൺ എ വാർ ടൈം, ഓൺ എ വാർ ഡേ ഇവർക്ക് ഈസിലി എടുക്കാൻ പറ്റുന്ന ന്യൂട്രീഷൻ എന്താണോ അതേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് സിമിലർ ടു ദാറ്റ് സ്പേസിൽ നിൽക്കുമ്പോൾ വി കാൻ ഹാവ് ഒരു ചിക്കൻ ബിരിയാണി. നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ആപ്പിൾ കഴിച്ചാൽ നിങ്ങൾക്ക് എല്ലാ എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ആപ്പിൾ കഴിച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ ഫിസിക്കൽ കുറച്ചുകൂടെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ വരും എന്തെങ്കിലും അസുഖമുണ്ടോ, ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം, നിങ്ങളുടെ വണ്ണം കുറഞ്ഞിരിക്കും. ഞാൻ ഡയറ്റിലാന്ന് പറഞ്ഞാലേ ആൾക്കാരത് സമ്മതിക്കത്തുള്ളൂ. ഈ സിറ്റുവേഷൻ മറ്റേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇന്ന സിംറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ക്യാൻസറിന് അടിമയാണെന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ വന്നാൽ ആൾക്കാർ കാണുന്നതാ. അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഹെൽത്തിയർ ആണെന്ന് സുനിത വില്യംസ് പറഞ്ഞാലും ആ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല, റീച്ച് ഇല്ല. പകരം സുനിത വില്യംസ് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം അവർക്ക് ഇന്ന ക്യാൻസർ ഉണ്ടോ, ഈ റേഡിയേഷൻസ് ആലോചിക്കാനുള്ള ബുദ്ധി അവർക്ക് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കും, ഇത്രയും ക്രോർസ് ഇത്രയും പൈസ ചെലവഴിച്ച് ഇത്രയും ഡോളേഴ്സ് ചെലവഴിക്കുന്ന നാസ അവരുടെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള സുനിത വില്യംസിന്റെ ഹെൽത്ത് നോക്കാതെ അവരെ അവിടെ പട്ടിപ്പണി എടുപ്പിക്കുമോ? ഒരിക്കലും അതുമില്ല. അപ്പൊ ഇത്രയും ഇവര് ട്രാവൽ ചെയ്തതും ഇവര് വർക്ക് ചെയ്തതും ഇവർക്കൊരു ഒന്നാലോചിച്ച് നോക്കിയേ, ഈ പ്രോജക്റ്റിന് ഇടയിൽ വെച്ച് സുനിത വില്യംസ് സ്പേസിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അത് അവർ ഹാൻഡിൽ ചെയ്തില്ല. അവർ എത്രയും പെട്ടെന്ന് അവരെ ഇപ്പം അവരുടെ സ്പേസ് തിരിച്ചു വന്നപ്പോൾ പോലും അവരത് കയറി വരാത്തത് ദർ ഇസ് എ റിസ്ക്. അത് തിരിച്ചു വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സയന്റിസ്റ്റിനെ അവരുടെ എഞ്ചിനീയേഴ്സിനെ അവർക്ക് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അവർ ആ റിസ്ക് എടുക്കാത്തത്. അടുത്ത ജൂണിൽ അവർ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാവരും കൈയടിക്കും, ഒരു കുഴപ്പമില്ല. രണ്ട് മാസം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ചില വണ്ണം വെക്കുമ്പോഴത്തേക്ക് ഞാൻ അന്നേ പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞ പറയും. അപ്പൊ അപ്രീസിയേഷൻ ആയിരിക്കും 300 days സാധനത്തിലായിരിക്കും.